ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭരതനാട്യം എന്ന മൂവിയാണ്. താൻ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കുടുംബനാഥനാകട്ടെ തന്റെ അവിഹിത ബന്ധത്തെ പറ്റി തന്റെ മകനോട് തുറന്നു പറയുന്നു. എന്നാൽ അയാൾ മരിക്കാതെ തിരിച്ച വീട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാലോ? പിന്നീട് ആ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശശി എന്നൊരാളെയാണ്. അവിടുത്തെ അമ്പലത്തിലെ സെക്രട്ടറി ആയിരുന്നു ശശി. കുറച്ചു കാലമായിട്ട് അമ്പലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന താഴേക്കാവിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊരു ചിന്തയിലായിരുന്നു എല്ലാവരും. എന്നാൽ അതിനുള്ള ഫണ്ട് ഇതുവരെയും സെറ്റ് ആയിട്ടില്ല. അതിനെന്തെങ്കിലും വഴി കണ്ടെത്തണം അവരെല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ശശിയുടെ വീടാണ്. ശശിയുടെ ചേച്ചിയുടെ പേരാണ് ശാന്തി എന്ന്. ഭരതൻ എന്ന ആൾക്ക് 4 മക്കളാണ്. അതിൽ 2 പേരാണ് ശശിയും ശാന്തിയും. അയാളുടെ ലത എന്ന മകളാകട്ടെ വിവാഹം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിന്റെ കൂടെയായിരുന്നു. ലതയുടെ ഹസ്ബൻഡ് ഗോപന്റെ ജോലി പോയ കാരണം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് ഇങ്ങോട്ട് വരുവാണെന്നുമാണ് ശാന്തി അവനോട് പറയുന്നത്. ഈ കാര്യം അച്ഛനോടൊന്ന് സൂചിപ്പിക്കാനും ശാന്തി പറയുന്നുണ്ട്. അതെല്ലാം ശശി ഏൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തന്റെ അനിയൻ അരുണിനെയും കൂട്ടി സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുന്നു. അരുണാകട്ടെ പഠിച്ച കോഴ്സിന് കുറെ സപ്ലൈ അടിച്ചിട്ട് വീട്ടിലിരിപ്പായിരുന്നു. തനിക്ക് പുതിയൊരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിന് അച്ഛനോടൊന്ന് ചേട്ടൻ പറയണമെന്നും ശശിയോട് അവൻ പറയുന്നു. ശശി വീണ്ടും അമ്പല കമ്മിറ്റിയിലേക്ക് പോകുന്നുണ്ട്. കമ്മിറ്റിയിലെ സുഭാഷും ശശിയും തമ്മിൽ അത്ര ചേർച്ചയിലല്ലായിരുന്നു. കാരണം നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും സുഭാഷ് കയറി ഇടപെടും. എവിടെ എന്ത് നടന്നാലും അവൻ അപ്പൊ തന്നെ അറിയണമെന്നൊരു ചിന്തയാണ്. കാവിലെ പുനർനിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കണം. അതിനു വേണ്ടിയിട്ടൊരു ഐഡിയ ശശി കണ്ടെത്തിയിരുന്നു. നമുക്കൊരു നോട്ടീസ് അടിച്ചടിച്ചിറക്കാം, ഗൃഹപൂജ എന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന വീട്ടുകാരെല്ലാം തന്നെ ഈ ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ പ്രശ്നം മാറുമെന്ന് പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിക്കാം. പള്ളിയിൽ നിന്ന് അച്ഛന്മാര് വെഞ്ചരിക്കാൻ പോകത്തില്ലേ, അതുപോലെ നമ്മുടെ അമ്പലത്തിൽ നിന്നും വെളിച്ചപ്പാട് പോയി ഒരു പൂജയൊക്കെ നടത്തിയിട്ടങ്ങ് പോരട്ടെ. അങ്ങനെ ഒരു നോട്ടീസ് അച്ചടിച്ചിറക്കി ആൾക്കാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും പൂജയ്ക്ക് വിളിക്കും. അങ്ങനെ പൂജ നടത്തുന്നതിന് പകരമായിട്ട് കാശും കിട്ടും. അത് വെച്ചിട്ട് പുനർനിർമ്മാണ പ്രവർത്തനം നടത്താം. ആ ഐഡിയ വർക്കൗട്ട് ആകുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് മധുവിനും തോന്നുന്നു. അന്ന് രാത്രി അവരെല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ഭരതനാകട്ടെ നോൺ വെജ് ഒന്നും തന്നെ കഴിക്കില്ല. അയാൾ വെജിറ്റേറിയൻ ഡിഷസ് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ. എന്നിട്ട് ശശി ലതയും ഹസ്ബൻഡ് ഗോപനും ഇങ്ങോട്ട് വരുന്ന കാര്യത്തെ പറ്റി അയാളോട് പറയുന്നു. അയാൾക്ക് അതിൽ എതിരഭിപ്രായം ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിറ്റേന്ന് മുതൽ കമ്മിറ്റി അംഗങ്ങളാകട്ടെ ഓരോ വീട്ടിലും വെളിച്ചപ്പാടിനെയും കൊണ്ടുപോയി പൂജ നടത്തുന്നു. അതിന് പകരമായിട്ട് ആ വീട്ടുകാരിൽ നിന്ന് കാശും വാങ്ങുന്നുണ്ട്. അതിന്റെ ശശിക്ക് കോള് വരുന്നുണ്ട്, ഭരതനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന്. ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആൾക്ക് സ്ട്രോക്ക് വന്ന ഒരു സൈഡ് പാരലൈസ്ഡ് ആയി എന്ന്. ഈ പ്രതീക്ഷയൊന്നും വെക്കണ്ട, അധിക ദിവസമൊന്നും കാണില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ശാന്തിയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. എല്ലാ ദിവസവും അവർക്ക് വേണ്ട ഫുഡുമായിട്ട് ശശി അവിടേക്ക് വരും. അപ്പോഴേക്കും ലതയും അവളുടെ ഹസ്ബൻഡ് ഗോപനും അവിടേക്ക് താമസം മാറിയിരുന്നു. ഗോപന് ജോലിയില്ലാതെ ഇങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് അധിക നാൾ നിൽക്കുന്നത് ശരിയാകില്ല എന്ന് സരസ്വതി ശശിയോട് പറയുന്നു. അവന് പറ്റിയൊരു ജോലി നമുക്ക് ശരിയാക്കാമെന്നും ശശി പറയുന്നുണ്ട്. ദിവസം രാത്രി ശശിയെ ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഭരതന്റെ അവസ്ഥ വളരെ മോശമാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, കാണിക്കാനുള്ള ആൾക്കാരെ എല്ലാം തന്നെ കൊണ്ടുവന്ന് കാണിക്കാൻ. അങ്ങനെ ശശി വീട്ടിലുള്ള എല്ലാവരെയും തന്നെ ഭരതനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഭരതനും ഏകദേശം കാര്യം മനസ്സിലായി, താനിനി അധിക നാൾ ഉണ്ടാകില്ല എന്ന്. പിറ്റേന്ന് ശശി ഭരതനെ കാണാൻ ചെല്ലുമ്പോ അയാൾ പറയുന്നുണ്ട് നീ എല്ലാരെയും കൊണ്ടുവന്ന് കാണിക്കുന്നു, എനിക്ക് 2 പേരെയും കൂടി കാണണമെന്ന്. അത് ആരാണെന്ന് ചോദിക്കുന്നതും ഭരതൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ശരിക്കും ശശി ഞെട്ടിപ്പോയി. താൻ ജോലി ചെയ്തിരുന്ന ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്താകട്ടെ തനിക്കൊരു ഭാര്യയും മകനും ഉണ്ടെന്നായിരുന്നു അത്. നീ വീട്ടിൽ ചെന്ന് സരസ്വതിയോടും മക്കളോടും ഈ കാര്യം പറയണം. ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി എന്ന് വേണം പറയാൻ. എന്തായാലും ഞാൻ അധിക ദിവസമില്ല, എനിക്ക് അവരെ ഒന്ന് കണ്ടേ പറ്റൂ. ശശി ആകെ കിളി പോയ അവസ്ഥയിലായിരുന്നു. അവൻ വന്ന് വീട്ടുകാരോട് കാര്യം പറയുന്നു. അവന്റെ അമ്മ ആകെ ഷോക്കിലാണ്. എന്നാൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എന്തായാലും ആള് മരിക്കാൻ പോവാ, ആളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഭരതൻ കൊടുത്ത അഡ്രസ്സ് തേടി ശശി പോകുന്നു. രുക്മിണി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഭരതന്റെ മൂത്ത മകനാണ് താനെന്ന് പറഞ്ഞിട്ട് ശശി പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഭരതന് സുഖമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണമെന്ന് പറയുമ്പോ അവര് പറയുന്നുണ്ട് മകൻ ഇപ്പൊ തന്നെ വരും, ഞാൻ ഇപ്പോൾ തന്നെ പാക്ക് ചെയ്യാമെന്ന്. അങ്ങനെ അവർ പാക്ക് ചെയ്യാൻ പോയ സമയത്താകട്ടെ അവരുടെ മകൻ അജയ് അവിടേക്ക് വരുന്നു. അജയ് കണ്ടതും ശശി വീണ്ടും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. കാരണം അജയ്ക്കും അരുണിന്റെ അതേ ഫേസ് കട്ട് തന്നെയാണ്. നീളത്തിലും വണ്ണത്തിലും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ അവരെ 2 പേരെയും കൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഹോസ്പിറ്റലില് അരുണും ശാന്തിയും സുഭാഷും ഉണ്ടായിരുന്നു. സുഭാഷ് അവരോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ നേരത്താണ് ശശി അവിടേക്ക് രുക്മിണിയും അജയും കൊണ്ടുവരുന്നത്. സുഭാഷിനെ കണ്ടതും ശശി പെട്ടെന്ന് അവിടെ നിന്നും മുങ്ങുന്നു. എന്നാൽ താൻ അകത്ത് കണ്ട അരുണിനെ പോലെ തന്നെ ഇരിക്കുന്ന അടുത്ത പയ്യനെ ഇവിടെ കണ്ടപ്പോൾ സുഭാഷിന് ആകെ ഡൗട്ട് തോന്നുന്നു. അജയെ കണ്ട് ശാന്തിയും ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. രുക്മിണി അവിടേക്ക് വന്നത് കാരണം ശാന്തി അകട്ട് പിണങ്ങി വീട്ടിലേക്ക് പോരുന്നുണ്ട്. ഇനി ഞാൻ അവിടെ പോയി നിൽക്കുന്നില്ല എന്നാണ് അവള് പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പുതിയ ആൾക്കാർ വന്നില്ലേ. എന്നിട്ട് അജയോട് അവള് പറയുന്നുണ്ട് ഇനി നീ ഹോസ്പിറ്റലിലേക്ക്
വീട്ടിലേക്കോ പുറത്തേക്കോ ഒന്നും തന്നെ ഇറങ്ങരുതെന്ന്. കാരണം ആ സുഭാഷ് കണ്ടിട്ട് പോയിട്ടുണ്ട്. നിന്നെയും ആ അജയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാലും ഇവിടെ നിന്ന് ആരെങ്കിലും പോയി നിൽക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവരാകട്ടെ ലതയും ഹസ്ബൻഡിനെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. അജയ് അരുണിനെയും കണ്ടാൽ ആൾക്കാർ തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. അരുണിന് ചെറിയൊരു താടിയുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ട് ആ താടിയും കൂടി അങ്ങ് എടുത്തു കളയുന്നു. ആൾക്കാർ ആരെങ്കിലും അബദ്ധവശം കണ്ടാൽ ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണിത്. അമ്പല കമ്മിറ്റിന്ന് ഇടയ്ക്കിടയ്ക്ക് ശശിയെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പൂജ നടത്തുന്ന കാര്യം പറയുമ്പോ അവൻ പറയുന്നുണ്ട് അച്ഛന് സുഖമില്ലാതിരിക്കുകയല്ലേ, പിന്നെ നടത്താമെന്ന്. സുഭാഷ് മധുവിനോട് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്, ഞാൻ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരെ കണ്ടു എന്ന്. എന്നാൽ അതൊക്കെ നിന്റെ തോന്നലാന്ന് പറഞ്ഞിട്ട് മധു അവനെ വഴക്ക് പറയുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഡോക്ടർ വന്ന് ഭരതൻ നായർ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അയാളുടെ അവസ്ഥയ്ക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, അതുകൊണ്ട് അയാൾക്ക് ഇനി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാം. ഇത് കേട്ടതും ഭരതൻ ഞെട്ടി. താൻ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. ഇനിയിപ്പം വീട്ടിലേക്ക് കയറി ചിലപ്പോൾ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരിക്കുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഭരതനെ കുറിച്ച് ഭേദമാകുന്നവരെ തങ്ങൾക്കും കൂടെ നിൽക്കണമെന്നായിരുന്നു രുക്മിണിയുടെ അജയുടെയും ആഗ്രഹം. ഭരതനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അതെന്തായാലും പറ്റില്ല എന്ന് ശശി പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനാണ് ശശി പറയുന്നത്. അല്ലാതെ വേറെ വഴിയില്ലാത്ത കാരണം അവരെല്ലാവരും ചേർന്ന് ഭരതനെയും കൊണ്ട് ആംബുലൻസിൽ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് ആരും തന്നെ കയറാൻ അവർ സമ്മതിക്കുന്നില്ല. കാരണം ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും. ബന്ധുക്കാരെ നാട്ടുകാരെ ഒന്നും തന്നെ അവർ അടുപ്പിക്കുന്നില്ല. അത് നാട്ടുകാരിലും ബന്ധുക്കാരിലും ഒക്കെ പല സംശയങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. കൂടുതൽ സംശയം അമ്പല കമ്മിറ്റിയിലെ ആൾക്കാർക്കായിരുന്നു. പൂജ നടത്തുന്ന കാര്യം പറയുമ്പോഴെല്ലാം തന്നെ അവൻ പറയുന്നുണ്ട് ബാക്കി വീടുകളിലെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നടത്താമെന്ന്. അജയ് അവിടേക്ക് താമസിക്കാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അരുണായിരുന്നു. അവൻ അവിടെ നല്ലൊരു കമ്പനിയായി. പിന്നീട് അവരുടെ ചർച്ചാ വിഷയം ഈ സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു വിഹിതം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ ശശി പറയുന്നുണ്ട് അവിഹിത ബന്ധത്തിനൊന്നും ഒരു വിഹിതവും കൊടുക്കാൻ പറ്റില്ല എന്ന്. നാളെ അങ്ങനെ ഒരു അവകാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മ തന്നെയാണ് സീനിയർ എന്നും അച്ഛന്റെ ആദ്യത്തെ വൈഫ് നമ്മുടെ അമ്മയാണെന്നും തെളിയിക്കണം. പിന്നീട് അങ്ങോട്ട് അവരാകട്ടെ അച്ഛന്റെ അമ്മയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് തപ്പിയെടുക്കാനും ഫോട്ടോ തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. രുക്മിണിയുടെ വീട്ടിൽ ചെന്നപ്പോ അച്ഛനും രുക്മിണിയും ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ അമ്മയും അച്ഛനും തമ്മിൽ ഒരുമിച്ചുള്ള ഫോട്ടോ ഒന്നും അവൻ കണ്ടിട്ടില്ല. ഭരതൻ നായരോട് ചോദിക്കുമ്പോ അന്ന് താൻ അതൊന്നും എടുത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പല്ലേ, അന്ന് മാരേജ് സർട്ടിഫിക്കറ്റും എടുത്തില്ല, ഫോട്ടോയും എടുത്തില്ല. എന്നാൽ രണ്ടാമത്തെ ബന്ധത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് ശശി ചോദിക്കുന്നു. ആദ്യം പറ്റിയ അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ബന്ധത്തിൽ ഇതെല്ലാം എടുത്തത്. രുക്മിണിയും ഭരതൻ നായരുടെയും വിവാഹത്തിന്റെ വിവാഹ ആൽബം പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇതോടുകൂടി ശശിക്കും സഹോദരങ്ങൾക്കും ആകെ ടെൻഷനായി. തന്റെ രണ്ട് ഭാര്യമാരും ഒരേ വീട്ടിൽ നിൽക്കുമ്പോൾ ഭരതന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. അമ്പലത്തിലും നാട്ടിലും എല്ലാം തന്നെ ആഘോഷങ്ങൾ നടക്കുമ്പോഴൊന്നും തന്നെ ഇവരാരും ആൾക്കാരെ വീട്ടിലേക്ക് കയറ്റിയില്ല. ഇവരുടെ വീട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അജയ് ആകട്ടെ PSC എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു. അവൻ അരുണിനെ പോലെ ആയിരുന്നില്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അകത്ത് തന്നെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭരതൻ വീട്ടിലെ പലരോടും പറയുമായിരുന്നു തന്നെ ഒന്ന് പുറത്തോട്ട് ഇറക്കാൻ. എന്നാൽ ആരും തന്നെ അതിന് കൂട്ടാക്കിയില്ല. ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അജയും രുക്മിണിയും കൂടുതൽ സമയം ചെലവഴിച്ചത് വീടിന്റെ മുകളിലുള്ള മുറിയിലായിരുന്നു. പുറത്തേക്കിറക്കി കഴിഞ്ഞാൽ ആൾക്കാർ കാണുമെന്ന് പറഞ്ഞിട്ട് ആ മുറിയുടെ ജനല് പോലും തുറക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ലത രുക്മിണിയോട് ചോദിക്കുന്നുണ്ട് അച്ഛനെ എങ്ങനെയാ കണ്ടതെന്നും പരിചയപ്പെട്ടതെന്നും. രുക്മിണിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത്. ആദ്യത്തെ വിവാഹത്തിലെ ഹസ്ബൻഡ് 7 മാസം കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ വന്ന് മരിച്ചുപോയി. പിന്നീട് പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് താൻ ഈ വിവാഹം കഴിക്കുന്നത്. ഇത് കേട്ട് ലത ഞെട്ടിപ്പോയി. ഇതെല്ലാം അകത്തിരുന്ന് ഭാരതനും കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം പുറത്താകുമല്ലോ എന്ന് പേടിച്ചിട്ട്. ഭാരതനെ കുറിച്ച് പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: തന്റേതല്ലാത്ത കാരണം കൊണ്ട് ഡിവോഴ്സ് ആയ ആളാകട്ടെ വീണ്ടും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. പറയത്തക്ക ബന്ധുക്കൾ ആരും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കും അങ്ങനെ ബന്ധുക്കാരും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അച്ഛനാണ് ഈ കല്യാണം നടത്തിയത്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു ലത. ആദ്യത്തെ ഭാര്യയ്ക്ക് എന്താ പറ്റിയ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ആദ്യത്തെ ഭാര്യയ്ക്ക് മാനസിക നില തകരാറിലായിരുന്നു എന്നും അതുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്നുമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിലെ എല്ലാവരും അറിയുന്നു. അപ്പോൾ ഇത് അച്ഛന്റെ അവിഹിത ബന്ധമല്ല, അച്ഛൻ ലീഗലായിട്ട് തന്നെ ഇവരെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ അച്ഛന്റെ യഥാർത്ഥ ഭാര്യ അമ്മയാണോ അതോ ഈ രുക്മിണിയാണോ എന്ന് അവരുടെ മക്കൾക്ക് തന്നെ ഡൗട്ട് തോന്നുന്നു. ഇതെല്ലാം കാരണം സരസ്വതിക്ക് ഭരതനോട് ദേഷ്യമായിരുന്നു. ആഹാരം കൊണ്ട് വെക്കുമ്പോഴെല്ലാം തന്നെ ഭരതന് പേടിയാണ് അതിൽ ഇവര് വല്ല വിഷവും കലർത്തിയിട്ടുണ്ടോ എന്ന്. ആദ്യം അയാൾ പൂച്ചക്കിട്ട് കൊടുത്തിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് അയാൾ കഴിക്കാൻ തുടങ്ങിയത്. ഇടയ്ക്കൊക്കെ അജിയറിനും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാകട്ടെ വീട്ടുകാർ വഴക്ക് പറഞ്ഞ് അവരെ അകത്ത് കയറ്റാൻ തുടങ്ങി. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനിടെ അരുൺ അവനോട് പറയുന്നുണ്ട് ഒരിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് എന്റെ കയ്യിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലായിരുന്നു. അന്ന് അച്ഛന്റെ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു.
കൊടുത്തു. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ കോളേജ് ഐഡിയിൽ ആ ഫോട്ടോയാണുള്ളത്. അതെടുത്ത് അവൻ അജയെ കാണിക്കുന്നു. ഇത് എന്റെ ഫോട്ടോയാണെന്നാണ് അജയ് പറയുന്നത്. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടായി. അതിനിടെ എല്ലാവരും വീണ്ടും വീതം വെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഇവിടുത്തെ വീതം കിട്ടിയിട്ട് വേണം പലർക്കും പല കാര്യങ്ങളും നടത്താൻ. ലതയുടെ ഹസ്ബൻഡ് ഗോപന് ഒരു ജോലി വാങ്ങിക്കാനും കാശിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ രണ്ടും കൽപ്പിച്ച ഒരു വക്കീലിനെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. എന്നാൽ വക്കീല് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല, അവരുടെ കയ്യിലാകട്ടെ എല്ലാ തെളിവുകളുമുണ്ട്. അവരൊരു കേസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്വത്തും അവരുടെ കയ്യിൽ പോകും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ അച്ഛനോട് സംസാരിച്ച് നിങ്ങൾക്ക് മാത്രമെല്ലാം എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ അതിന് സമ്മതിക്കില്ല എന്ന് ശശിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഒന്ന് സംസാരിച്ചു നോക്കാൻ അവൻ തീരുമാനിക്കുന്നു. ഭരതൻ പറയുന്നുണ്ട്, എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ മാസാമാസം ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന കാശ് കൊണ്ട് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വിഹിതം അവർക്കും കൊടുത്തേ പറ്റൂ, അല്ലാതെ അവരുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. അവിടെ വാടക വീട്ടിൽ അവർ താമസിക്കുന്നത്. എന്നാൽ അതൊന്നും പറ്റില്ല, അച്ഛൻ ചെയ്തു വെച്ച കാര്യത്തിനൊന്നും ഞങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല എന്നും എല്ലാം ഞങ്ങളുടെ പേരിൽ വേണമെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷെ ഭരതൻ അതിന് സമ്മതിക്കുന്നില്ല. അജയ്ക്ക് നല്ലൊരു ജോലി പോലും ആയിട്ടില്ല, അവരല്ലാതെ കഴിഞ്ഞു പോകാൻ പറ്റില്ല എന്നും അവർക്കൊരു വിഹിതം കൊടുത്തേ പറ്റുമെന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. പതിയെ പതിയെ വീട്ടിലുള്ളവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയി തോന്നി, ആരാണ് അജയനെന്നും ആരാണ് അരുണെന്നും. അരുണിനെ വിളിക്കേണ്ട സ്ഥാനത്ത് അജയ് വിളിക്കുകയും അജയ് വിളിക്കേണ്ട സ്ഥാനത്ത് അരുണിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കടയിൽ വെച്ച് സുഭാഷ് ആകട്ടെ ശശിയെയും അരുണിനെയും കാണുന്നുണ്ട്. സുഭാഷിന്റെ മനസ്സിൽ ഇപ്പോഴും അരുണിനെ പോലൊരാളെ കണ്ടതിന്റെ ഡൗട്ട് കിടക്കുന്നുണ്ട്. അവൻ മധുവിനോട് പറയുന്നുണ്ട്, എന്തോ കാര്യമുണ്ട് അവരുടെ വീട്ടില്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പൂജയിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല എന്ന്. അവരെല്ലാവരും ചേർന്നിട്ട് ശശിയെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉടനെ പൂജ നടത്തിയേ പറ്റുമെന്ന് പറയുന്നു. ശശി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെന്തായാലും പറ്റില്ല എന്ന്, എനിക്ക് പൂജ നടത്താൻ താല്പര്യമില്ല എന്ന്, ഞാൻ ഈ സ്ഥാനം തന്നെ ഒഴിയുമെന്ന് പറഞ്ഞു പോകുന്നു. ബാക്കി എല്ലാവരുടെ വീട്ടിൽ നടത്തിയിട്ട് നിങ്ങളുടെ വീട്ടിൽ നടത്താതിരിക്കുമ്പോൾ അതിലെന്തോ ഒരു കാരണം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ആ പൂജയ്ക്ക് എന്തോ മോശം അനുഭവം ഉണ്ടാവും. എന്നാൽ അവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്ന്. എന്നാ പിന്നെ നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്ന് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശശി അവിടെ നിന്നും പോവുകയാണ്. അന്ന് വീട്ടിലാകട്ടെ രുക്മിണി ഭരതൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ചിക്കൻ കറി വെക്കുന്നു. ഇത് കണ്ട് ലത ഞെട്ടുന്നുണ്ട്. അച്ഛൻ വെജല്ലേ കഴിക്കൂ, നോൺ വെജ് കഴിക്കില്ലല്ലോ എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ആള് ചിക്കൻ കഴിക്കുമെന്നാണ് രുക്മിണി പറയുന്നത്. അക്കാര്യത്തിൽ പോലും രണ്ട് വീട്ടിലും രണ്ട് രീതിയായിരുന്നു ഭരതൻ ഉണ്ടായിരുന്നത്. ഇതും കൂടെ അറിഞ്ഞതോടെ സരസ്വതിക്ക് വീണ്ടും ഭരതനോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ ഇരിക്കെ അന്ന് വൈകുന്നേരം ആകട്ടെ ശശിയുടെ അനുവാദമില്ലാതെ കമ്മിറ്റിക്കാര് വെളിച്ചപ്പാടിനെയും കൊണ്ട് ഇവരുടെ വീട്ടിൽ പൂജ നടത്താൻ വരുന്നുണ്ട്. ശശി ആദ്യം അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ വീട്ടുകാർ പറയുന്നുണ്ട് വെളിച്ചപ്പാട് അകത്ത് കയറിയിട്ട് പോയിക്കോട്ടെ എന്ന്. വേറെ ആരെയും തന്നെ അവർ അകത്തേക്ക് കടത്തിവിടുന്നില്ല. മുകളിലത്തെ മുറിയിലാകട്ടെ രുക്മിണിയും അജയനും ഇരിപ്പുണ്ടായിരുന്നു. വെളിച്ചപ്പാട് എല്ലാ റൂമിലും കയറുന്നുണ്ട്. മുകളിലത്തെ മുറിയിൽ കയറി അവരെയും കാണുന്നു. എന്നാൽ അയാൾ താഴെ വന്നിട്ട് ബാക്കി എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അരുണിനെ കാണുന്നത്. അരുണിനെ കണ്ടതും അയാൾ ഞെട്ടുന്നു. തൽക്കാലം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ് വെളിച്ചപ്പാട്. എന്നാൽ ശശി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ദേവി കയറിയിട്ടല്ലേ ഇയാൾ തുള്ളുന്നത്, അതുകൊണ്ട് ദേവിക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇയാൾക്ക് എന്തായാലും ഈ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ട് ആരോടും പറയത്തുമില്ല. പക്ഷെ പിന്നീട് ആ വെളിച്ചപ്പാട് കമ്മിറ്റി അംഗങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ദേവി കയറിയിട്ടൊന്നും അല്ല തുള്ളുന്നത്, ഇടയ്ക്കൊക്കെ ദേവി വരാറുണ്ട്. ഇപ്പോൾ ഞാൻ വെറുതെ തുള്ളിയതാ. ആ വീട്ടിൽ ഒരേപോലെ ഇരിക്കുന്ന 2 പേരുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. ശശി ആ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് സുഭാഷും കൂട്ടരും മനസ്സിലാക്കുന്നു. നമുക്കിത് അവിടെ പോയി ചോദിച്ചേ പറ്റുമെന്നാണ് സുഭാഷ് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് കുട്ടികളെല്ലാം വെളിയിൽ പോയി കളിക്കാൻ പോകുന്നുണ്ട്. ഭരതൻ പറയുന്നുണ്ട് തന്നെ കൂടി പറമ്പിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ കുട്ടികൾ അവിടേക്ക് അയാളെ കൊണ്ടുപോകുന്നു. അയാളെ അവിടെ ഇരുത്തിയ ശേഷം കുട്ടികൾ കളിക്കാൻ പോകുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വീൽ ചെയർ 2 സൈഡും ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. തെങ്ങിന്റെ ചുവട്ടിലായിരുന്നു അയാൾ ഇരുന്നത്. കാറ്റടിക്കുന്ന കാരണം മുകളിൽ നിന്ന് ഉണക്ക് തേങ്ങ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അയാൾ അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ തേങ്ങ അയാളുടെ തലയിലേക്ക് വീണിരുന്നു. അതോടുകൂടി അയാൾ മരണമടയുകയും ചെയ്തു. നാട്ടുകാരെ പേടിച്ചിട്ട് അയാളുടെ മരണാനന്തര ചടങ്ങിൽ ഒന്നും തന്നെ രുക്മിണിക്കും അജയനും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവരങ്ങനെ വിഷമിച്ച് മുകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ചിത കത്തിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ആലോചിച്ചിട്ട് ശശിക്ക് വിഷമം തോന്നുകയും അമ്മയോട് പറഞ്ഞ ശേഷം അവരെ താഴേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാരെല്ലാവരും അജയെ കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇനി ആരെന്തറിഞ്ഞാലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള മട്ടിലായിരുന്നു ശശിയും കുടുംബവും. ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന്. എന്നാൽ 41 കഴിയാതെ എന്തിനാ പോകുന്നത്, 41 വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ശശി ഇത് പോയി തന്റെ അമ്മയോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ സരസ്വതി അവിടേക്ക് വരുന്നു. രുക്മിണിയോട് പറയുന്നുണ്ട്, പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പോയാ പോരെയെന്ന്. ഇവിടെ എല്ലാവർക്കും വേണ്ട വീതം വെപ്പ് നടക്കുകയാണ്, നിങ്ങൾക്കുള്ളതും കിട്ടും. എന്നാൽ തങ്ങൾക്ക് അതൊന്നും തന്നെ വേണ്ട എന്നാണ് രുക്മിണി പറയുന്നത്. എന്റെ കയ്യിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന കാരണം നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരത് കീറിക്കളയുന്നു. ഇത് കണ്ടപ്പോൾ സരസ്വതിക്ക് ശരിക്കും വിഷമം വന്നു. ഞങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ട എന്നും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നാണ് രുക്മിണി പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് പോകാതെ ഇരുന്നൂടെ എന്നാണ് സരസ്വതി ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ രുക്മിണിക്കും ശശിക്കും സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. നാട്ടുകാർ പിന്നീട് എന്തൊക്കെ പറഞ്ഞെങ്കിലും അവർ അതിനെ ഒന്നും തന്നെ മൈൻഡ് ആക്കിയില്ല. അജയ് പോകുവാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന അരുണിനും അത് ഒരു
ഒരുപാട് സന്തോഷം നൽകി. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.